ഹായ് അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാലാണ് നമ്മൾ ചേർക്കുന്നത്. അതിനകത്ത് രണ്ടാം പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഏത്തപ്പഴവും ചേർക്കുന്നുണ്ട്. നമുക്ക് ഈ പായസത്തിന് ആവശ്യമായിട്ട് നമ്മൾ 2 ഏത്തപ്പഴമാണ് എടുക്കുന്നത്. അതിനകത്ത് 1.5 ഏത്തപ്പഴം നമ്മൾ പാലിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ഇളക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അര ഏത്തപ്പഴം നമുക്ക് മിക്സിയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഇതോടൊപ്പം തന്നെ ഒരു തിളയൊക്കെ വരുമ്പോഴത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് പായസത്തിന് ടേസ്റ്റ് കൂടുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ 2 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത്തപ്പഴത്തിൻ്റെ അളവ് കൂട്ടുന്നതനുസരിച്ച് തേങ്ങാപ്പാലിൻ്റെ അളവും കൂട്ടിയെടുക്കാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിന് ഏലക്കായും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ 1 കപ്പ് അളവിൽ 1-ാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. 1-ാം തേങ്ങാപ്പാൽ കുറച്ച് മാറ്റി വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. കാരണം ഈ പായസം ഒന്ന് കുറുകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അരിപ്പൊടി ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട്. ഈ അരിപ്പൊടി ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. അതേപോലെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ കട്ട കെട്ടാനുള്ള സാധ്യത ഉണ്ടായിരിക്കും. അതുപോലെ നമ്മളിവിടെ തേങ്ങാക്കൊത്താണ് നെയ്ക്കകത്ത് മൂപ്പിച്ച് ചേർക്കുന്നത്. നിങ്ങൾക്ക് നട്ട്സ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. കൂടുതലും ടേസ്റ്റ് തേങ്ങാക്കൊത്ത് ചേർക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ അപ്പം ചുടുന്നുണ്ട്. ഇന്ന് അപ്പത്തിന് സൈഡ് ഡിഷായിട്ടാണ് നമ്മൾ ഈ പായസം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പത്തിനോ നൂലപ്പത്തിനോ ഒക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണിത്. അതുപോലെ തന്നെ എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അന്നേരം ഇത് കൂടുതലും തണുത്തിട്ട് കഴിക്കുന്നതായിരിക്കും. പായസമായിട്ട് കഴിക്കുകയാണെങ്കിൽ തണുത്തിട്ട് കഴിക്കാനായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അന്നേരം എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചേക്കണേ. താങ്ക് യു.